നമ്മൾ കൊൽക്കത്ത ക്ലബ്ബുകളുടെയും ഗോവയുടെയും പഞ്ചാബിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയൊക്കെ ഹൈ പ്രൊഫൈൽ പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്ന ഒരു പേരുണ്ട് ചെന്നൈയിൻ എഫ്. അവർ കോവിഡിന് മുമ്പ് ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അവരുടെ കളി അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എതിരാളികളെ ചവിട്ടി മെതിക്കാൻ മാത്രം കഴിവുള്ളവരായിരുന്നു ചെന്നൈയിൻ എഫ്. അവർ ആ പഴയ ഭൂതകാല പ്രതാപത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇത്തവണ തയ്യാറെടുക്കുന്നത്. അവരുടെ ടീമിൻ്റെ ലൈനപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും. ഇതുവരെ ഉറപ്പായ 5 സൈനിങ്ങുകൾ വിദേശ താരങ്ങളുടെ കാര്യം നോക്കുമ്പോൾ തന്നെ എത്രമാത്രം സോളിഡ് ആണ് അവരുടെ ടീമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പോർച്ചുഗീസ് സെൻറ്റർ ബാക്കായിട്ടുള്ള ന്യൂനോ റൈസ്, അത് കൂടാതെ ഇമാനുവൽ എമാൻഷിവെ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ബാക്കിനെ ആഫ്രിക്കയിൽ നിന്ന് അവർ കൊണ്ടുവന്നു. പിന്നീട് നിക്കോളാസ് സ്റ്റെവാനോവിച്ച് എന്ന് പറയുന്ന താരത്തിനെ അവർ മധ്യനിര അടക്കി വരിക്കാൻ കൊണ്ടുവന്നു. അതിനുശേഷം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള ബാരി തലാലിനെ കൊണ്ടുവന്നു. ഫ്രഞ്ച് മിഡ്ഫീൽഡറാണ് താരം. ആള് കളിച്ച ക്ലബ്ബുകളിലെല്ലാം വളരെ മികച്ച പ്രകടനം. അതിനുശേഷം സ്ട്രൈക്കിംഗ് സോണിലേക്ക് ലീ ഇർവിനെ കൂടി കൊണ്ടുവന്നു. ഈ 5 എണ്ണം വരുമ്പം തന്നെ ടീം സോളിഡാണ്. ഇനിയും ഒരെണ്ണത്തിനെ അവർ കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നെ ബ്രൈസനെ പോലെയുള്ള ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്ങും അവർ കംപ്ലീറ്റ് ചെയ്തു. മൊത്തത്തിൽ നോക്കുമ്പം വരാൻ പോകുന്ന സീസണിൽ ചെന്നൈയിൻ എഫ് സിയെ വില കുറച്ച് കാണാൻ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ ചെന്നൈയിൻ എഫ് സി പവർഫുള്ളായി കഴിഞ്ഞു. അവരുടെ ആ നഷ്ടപ്പെട്ട ഗ്ലോറി അവർ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്.